ഹരേ കൃഷ്ണ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. ചിലപ്പോഴൊക്കെ നാം ആലോചിക്കാറുണ്ട് അല്ലേ, എന്തിനാണ് എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ദുഃഖത്തെയും സങ്കടങ്ങളെയും ദൗർഭാഗ്യത്തെയും പറ്റി മാത്രം ചിന്തിക്കുന്നു ചിലപ്പോഴൊക്കെ. നമ്മളെക്കാൾ കഷ്ടതയും ദുഃഖങ്ങളും നിറഞ്ഞ ആ ഒരു ജീവിതം നയിക്കുന്നവർ എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. നല്ലതിനെപ്പറ്റി ചിന്തിക്കുന്നവരിലല്ലേ നന്മകൾ വന്നു ചേരുള്ളൂ. അപ്പോൾ എപ്പോഴും നന്മ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. ഈശ്വരൻ എന്നെ കാണുന്നില്ല, എൻ്റെ നേരെ കണ്ണു തുറക്കുന്നില്ല, എൻ്റെ വിധി ഇങ്ങനെയായി പോയി എന്ന് തുടങ്ങുന്ന വാക്കുകൾ നമ്മിൽ തന്നെ സത്യവും നിത്യവും ആയി തീരാൻ ഒരിക്കലും ഇട കൊടുക്കരുത്. ഈശ്വരൻ ഒന്നും തന്നില്ല എന്ന് പറയാനേ പാടില്ല. കണ്ണ് കാണാതെ എഴുന്നേറ്റ് നിൽക്കാൻ ആവാതെ, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ, മാറാ രോഗങ്ങൾ പിടിപെട്ട് അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ എത്രയോ പേരുണ്ട് നമ്മുടെ ചുറ്റും. നിങ്ങൾക്ക് ഈശ്വരൻ ഒന്നും തന്നില്ലേ? ഇതിൽ കൂടുതൽ ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അല്ല വേണ്ടത്, ആശുപത്രികളിലൊക്കെ ഒന്ന് പോയി ചുറ്റി നടന്നു നോക്കുക. എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നു പല മനുഷ്യരും. വേദന കൊണ്ട് പിടയുന്നു എത്രയോ പേര്. തെരുവുകളിൽ നോക്കൂ, ഒന്ന് കിടക്കാൻ പോലും ഇടമില്ലാതെ തെരുവോരത്ത് കിടന്നുറങ്ങുന്നവരെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈശ്വര കൃപ നേടുക എന്നത് നമ്മുടെ ആവശ്യം തന്നെയാണ്. എങ്കിൽ ആ കൃപ നേടുവാനുള്ള യോഗ്യത നാം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതും. തെറ്റുകളുടെ ഉയരങ്ങളിൽ കയറി നിൽക്കുന്നവർക്ക് എങ്ങനെയാണ് ഈശ്വര കൃപ നേടാനാവുന്നത്? നമ്മൾ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നാമും അതിനുള്ള അർഹത ആദ്യം നേടിയെടുക്കണം. അപ്പോഴെല്ലാം നാം പ്രാർത്ഥിക്കാതെ എല്ലാം ഈശ്വരൻ നമ്മിലേക്ക് എത്തിച്ചിരിക്കും. അപ്പോൾ സമാധാനപൂർവം നമ്മൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയരുത്. കിട്ടിയതിനോട് ഭഗവാന് നന്ദി പറയുക. ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ നമ്മൾക്ക് തന്നു എന്ന് പറഞ്ഞ് ഭഗവാനോട് നന്ദി പറയുക. ഈ നന്ദി പറച്ചിൽ എന്നും ഒരു ശീലമാക്കി മാറ്റുക.